ഫ്ലെക്സ് കിട്ടി ഗൈസ്. ഞാൻ എന്താണ് ചെയ്യാൻ പോണത്? ഓളെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ ബ്ലോഗിൽ എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി പറയും. ഹായ് ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഡേ ഭയങ്കര സ്പെഷ്യലാണ്. അതായത് ഇന്നാണ് നമ്മളെ പെർഫ്യൂമിൻ്റെ ലോഞ്ച് വിചാരിക്കുന്നത്. ഓക്കെ, ഇതെന്ത് സംഭവം? കൈനീട്ടാ? അപ്പോളേ ഇന്നാണ് നമ്മളെ പെർഫ്യൂമിൻ്റെ ലോഞ്ച് നമ്മൾ വിചാരിക്കുന്നത്. ഓക്കെ, പിന്നെന്ന് വെച്ചാൽ ഇന്നാണ് ഫാത്തിമാൻ്റെ മെഹന്തി. അപ്പോൾ നമ്മളിപ്പോൾ നേരെ കൊല്ലത്തേക്ക് പോകാൻ പോവാണ്. കൊല്ലത്ത് അവളെ വീട്ടിൽ വെച്ചിട്ട് അവളറിയാതെ നമ്മളെ പെർഫ്യൂമിൻ്റെ ബ്രാൻഡ് ഒഫീഷ്യലി ഇനാഗ്രേറ്റ് ചെയ്യണത് ഓളാണ്. ഞാൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യണം എന്നുള്ളൊരു സംഭവത്തിലായിരുന്നു. അതായത് അവൾക്കും കൂടെ കുറച്ച് സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്യണം, അവളെ ബിഗ് ഡേ അല്ലേ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരുന്നു. അപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ മാസം ലാസ്റ്റ് ലോഞ്ച് ചെയ്യാനാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ കുറച്ച് ഓട്ടത്തിലും പാച്ചിലൊക്കെ ആയിരുന്നു. ഇത് ഈ ഒരു ദിവസം ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു. അങ്ങനെ ഫൈനലി ഏകദേശം സംഭവങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. പക്ഷെ നമുക്ക് പോകുന്ന വഴിയിൽ കുറച്ചും കൂടെ പണി ബാക്കിയുണ്ട്. നമ്മൾ കാറിലാണ് പോണത്. നമ്മളെ കൂടെ ഇവന്മാരും വരുന്നുണ്ട് അല്ലേ? ഞാൻ മലയാളത്തിൽ പറഞ്ഞിരുന്നവരോട് ഞങ്ങൾ ഫസ്റ്റ് ട്രെയിനിന് പോകാനേ വിചാരിച്ചിരുന്നു കേട്ടോ. പിന്നെ അത് വെയിറ്റിംഗ് ലിസ്റ്റായി. അപ്പോൾ ട്രെയിനിൽ വരുത്തും കൂടെ ടിക്കറ്റ് എടുത്തിരുന്നു, വെയിറ്റിംഗ് ലിസ്റ്റായി. അപ്പോൾ പിന്നെ ട്രെയിനിലാകുമ്പോൾ വലിയ ഇടങ്ങേറുണ്ടാവില്ല പോയി വരാൻ. പക്ഷേ ഇപ്പോൾ ബൈ റോഡാണ്, കാറിലാണ് നമ്മൾ പോണത്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ഇടങ്ങേറാവും. ഞാൻ അവരോട് പറഞ്ഞിരുന്നു പറ്റുകയാണെങ്കിൽ മാത്രം വന്നത് 8 മണിക്കൂർ നമുക്ക് വണ്ടിയിൽ ഇരിക്കണം ഇവിടുന്ന് അങ്ങോട്ട് എത്താൻ. ഛർദിക്കൂലല്ലോ രണ്ടാളും? ഛർദിച്ച് ഞാൻ പൊതുവെ വയ്ക്കാൻ ഇറക്കി വിടും കേട്ടോ. എനിക്കോ ആ പരിപാടി ഉണ്ട്. എനിക്ക് അത് പറഞ്ഞപ്പോഴാണ് ഇന്നലെ രാത്രിൻ്റെ ഒരുത്തം പൊരിഞ്ഞ ചുമ. അങ്ങനെ ചുമച്ചിട്ടുണ്ട്. മേലെ കയറി പോയി. ഇന്നലെ രാത്രി മേലെ കയറി പോയി. എന്ത് വിചാരിച്ചിട്ട് മേലെ ബാത്റൂമാണ് വിചാരിച്ചിട്ട് ഞാൻ നോക്കി. ഞാനിപ്പോഴും അറിയിച്ച് പറയുമ്പോ പിന്നെ ഞാൻ ഇന്ന് എനിക്ക് കൊണ്ടിട്ട് വിളിക്കുമ്പോ ഞാൻ വിചാരിച്ചു ഞാൻ ഇവിടെ രാവിലെ നീക്കുമ്പോ വേറെ റൂമിലാണോ ഓൻക്കൊന്നെ ഓർമ്മയില്ലാത്ത മേലെ കയറി പോയത്. പിന്നെന്താണ്, നമ്മളൊരു ഫ്ലെക്സ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട്, അത് മേടിക്കാനുണ്ട്. ബാക്കി നമുക്ക് വഴിയെ കാണാം. അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ് ഗൈസ്. പോയിട്ടാ നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. ഇപ്പോൾ 8 മണിയായി. നമ്മൾ കുറച്ച് ലേറ്റായി. ഒരു 4 മണിയൊക്കെ കണ്ടിരിക്കാണ്ട് എത്തുക. എടാ 8 മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ രണ്ടാക്കും. എന്തേ വിചാരിച്ച് നമ്മളെ തിരൂർക്ക് പോകണ വിചാരിച്ചാ? കടങ്കഥ ഓക്കെ. മഴവില്ല്, ബീട്രൂട്ട്, ആരാ റൂട്ട്. അടുത്തേ ഇന്ന് ആഫ്രിക്കയിൽ കുട്ടിക്ക് പല്ലില്ല, ജനിച്ച കുട്ടിക്ക്. അടുത്തത് തിന്നാൻ പറ്റാത്ത ചോറ്, തലച്ചോറ്. തലച്ചോറ് തിന്നുമല്ലേ? ചോറ് തിന്നാൻ പറ്റാത്ത ചോറോ? തലച്ചോറല്ലേ? തലച്ചോറ് തിന്നാൻ മനുഷ്യന്റെ തലച്ചോറല്ല, അവിടെ പോത്തിന്റെ തലച്ചോറൊക്കെ തിന്നു. ഇനി മതി, കടങ്കഥ മതി. വെരി ബാഡ് ക്വസ്റ്റ്യൻസ്. ഞാൻ പറഞ്ഞതരാം. ഇന്നുണ്ട് ഇത്രക്ക് വൃത്തിയിട്ട പിള്ളേർ എന്റെ കരിയറിൽ ഞാൻ കണ്ടിട്ടില്ല. എന്റെ കരിയർ അതിന് ചീത്തതല്ലേ? ഇപ്പോഴും കല്യാണം ഇത് പ്രായപൂർത്തിയായി. 15 വയസ്സിന്റെ മുകളിൽ പ്രായപൂർത്തിയാവും. ഇവനൊക്കെ 15 വയസ്സാവാൻ കാത്തിരിക്കണേ. 10 വയസ്സായി ഇങ്ങനെ കൂട്ടിരിക്കണ കല്യാണം കഴിക്കാന്. പിന്നെ
അതെന്താ കല്യാണം കഴിച്ചാ അതന്നെ എനിക്ക് കല്യാണം കഴിക്കാൻ പൂതിയില്ല ഇപ്പൊ തന്നെ. പൂതിയില്ലാത്തോണ്ടേ പെണ്ണിട്ടാത്തോണ്ടല്ലേ എന്താ അങ്ങ് പെണ്ണിട്ടൂല എന്തൊക്കെ പെണ്ണ് കിട്ടാത്ത വായ് പറയ് എനിക്ക് പെണ്ണ് കിട്ടാത്തതിന്റെ കാരണം ഇവരിപ്പൊ പറയും ഞാൻ പറയാ ഇത് കല്യാണത്തിലേക്ക് പോക്കില്ല കല്യാണ ആലോചനക്ക് പോവില്ല ഇമ്മമ്മക്ക് ആഗ്രഹം എന്നെ കെട്ടിച്ചണെന്ന് എന്നോട് പറഞ്ഞില്ലേ? ഇമ്മമ്മ ഇന്നാള് ഇമ്മമ്മ പറഞ്ഞല്ലോ ആ പെണ്ണിനെ എനിക്ക് കെട്ടിച്ചരട്ടേന്ന് ഏ പെണ്ണിനെ എന്താണ് ഇതാട്ടെ ലുലുമാള് ലുലു ഹൈപ്പർ മാർക്കറ്റ് നമുക്ക് കേറിയാലോ വരുമ്പോ തിരിച്ചു വരുമ്പോ കേറട്ടോ ആണെങ്കിൽ ഇല്ല ഉറപ്പൊന്നുമില്ല ചെലപ്പോ സമയം ഉണ്ടെങ്കിൽ കേറട്ടോ അടിപൊളി കാര്യം നമ്മളിവിടെ നിർത്തി എന്നിട്ട് കല്യാണം അപ്പൊ കല്യാണം നമ്മളെ എന്റെ കല്യാണം പറയും എന്റെ കല്യാണത്തിനെ പറ്റിട്ട് എന്റെ കല്യാണം നമ്മൾ ഇന്ന ദിവസം എന്റെ കല്യാണല്ല എന്റെ കല്യാണം എന്റെ കല്യാണം ഇന്റെ പ്രശ്നം പറഞ്ഞു ബാക്കി പറയും ഞാൻ അവനോട് പറഞ്ഞു എന്റെ കല്യാണം എന്നിട്ട് ബാക്കി ഇന്നത്തെ ദിവസം അല്ല ഇന്ന് ഏപ്രിൽ 15 ഏപ്രിൽ 20 നമ്മുടെ ഫാസിലിന്റെ കല്യാണം ഏപ്രിൽ 20 ഫാത്തിമാന്റെ കല്യാണം തീർന്നിട്ടുണ്ടാവില്ല 21 തീയതി മതിയാ 20 വരെ ഫാത്തിമാന്റെ കല്യാണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പോരെ 25 ഇപ്പൊ എവിടുന്നപ്പോ അപ്പോത്തിന് പെണ്ണിനെ ഒറ്റക്കാ എന്റെ ക്ലാസ്സിലുണ്ട് ആരാ നിന്റെ ടീച്ചറെ എന്നിട്ട് ഇനി ഫാദി പറയും ഫാദിന്റെ ക്ലാസ്സിലുണ്ടോ ഐ മീൻ ഫാദിന്റെ സ്കൂളിലുണ്ടോ എനിക്ക് ഒരു ടീച്ചർമാര് ഫുള്ള് തണ്ടപ്പൊടി ഇതും കേട്ടില്ല കൂടുതലും എന്നെ കാട്ടിയും പ്രായമുള്ളവരാ എന്റെ അത്ര പ്രായമുള്ളവര് കുറച്ച് മാഷന്മാരത്ര ഗേ കപ്പിളാണ് എനിക്ക് 2K കിഡ്സിന്റെ കാര്യം കിട്ടല്ലേ അല്ലേ ഒരു വർഷത്തിന്റെ വ്യത്യാസമുള്ളൂ എനിക്ക് 1999 എറണാകുളത്തുണ്ടാവും ബീച്ചിൽ പോയി വെക്കാം പറ്റിയത് അങ്ങനെ എനിക്കറിയാം എന്തായാലും പെണ്ണോ അവിടെ പോയിട്ട് പ്രപ്പോസല് ആ ഗ്യാപ്പിൽ ഇവിടെ ബീച്ചും കാണാം എങ്ങനെയുണ്ട് അതാണ് ഉദ്ദേശം ലുലുമാള് നിറച്ചുണ്ടാവും നേപ്പാളിയിൽ നല്ല അടിപൊളി കാരണം എടുത്തോ നേപ്പാളിയിൽ നിറച്ചുണ്ടാവോ അത് നിന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല ക്ലീനുണ്ടോ എന്റെ പേരെവിടെയാണ് ഏത് ഊളാങ്കലത്തെ അവന്റെ പെങ്ങളെ കുട്ടിയാണോ കെട്ടിക്കണ ജി അത് ഏത് വേറെ കോമഡി എത്താത്ത പോലല്ലേ ഇത്ര നേരമില്ല വണ്ടി കയറിയിട്ട് അവിടെ എത്തണില്ലല്ലേ ആണ്ട് സ്ഥലത്തേക്ക് എത്തണില്ലല്ലേ കൊല്ലം ജില്ല അതാ എത്തി ഏകദേശം ഗൈസ് അങ്ങനെ നമ്മളെ ഫ്ലെക്സ് നമ്മള് ഈ അവളെ വീട്ടിലേക്ക് പോകുന്ന വഴി കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഫ്ലെക്സ് അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ അത് പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ അവിടുത്തെ അവസ്ഥ എന്താണ്, അവിടെ വീട്ടിൽ പോയിട്ട് അവിടെ ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ എനിക്കറിയില്ല എന്താ ചെയ്യാതെ, ഒരുമാതിരി മടിയൊക്കെ ആവും. എന്താണേലും നോക്കാം. നമ്മുടെ ഫ്ലെക്സ് ആണ് ഈ കിടക്കുന്നത്. പൊളിയല്ലേ? ഓക്കെ അല്ലേ ബ്രോ? എടുത്തൂടെ? മാറി നിർത്തോ. ഫ്ലെക്സ് കിട്ടി ഗൈസ്. നമ്മൾ പൊളിക്കും. നമ്മൾ ഇതാ ഫാത്തിമാന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എപ്പോട്ടതാ ഉണങ്ങാനായോ? അപ്പൊ ഇപ്പോഴും ഊരാനായില്ല? ആ ഓ അത് ശരി. അപ്പൊ തുടങ്ങിട്ട് ഇപ്പൊ കൊഴപ്പില്ല. അല്ല കൊഴപ്പില്ല, ലൈറ്റ് ഒക്കെ ഉണ്ട്, ആവശ്യത്തിന് ലൈറ്റ് ഉണ്ട്. മനസ്സിലാവണില്ലല്ലോ ഒന്നും ഇങ്ങനെ ആയിട്ട്. അജുവിന്റെ പേരുണ്ടോ? ഹിഡനാ?
കണ്ടുപിടിക്കണം. ഓടി അറബിയിൽ എഴുതിയിരിക്കുന്നത് കണ്ടുപിടിക്കും പെട്ടെന്ന്. ദീപൻ എടാ ഇതിമ്മ തൊടലട്ടാ അജുവിന്റെ പേര് കണ്ടുപിടിച്ചിട്ടേ ഇതിന്റെ ഉള്ളിലാ അല്ല, സോറി, റോങ്. ഞാൻ കണ്ടുപിടിക്കും. ആരാ ഫസ്റ്റ് കണ്ടുപിടിക്കാൻ നോക്കാം? അജുവിന്റെ തരാവേ. ഈ കയ്യിലാണ്. എടി ഏതാ ലാംഗ്വേജ് ഏതാന്ന് പറയോ? ഈ ഭാഗത്താണ്. തക്ക 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 ജം തക്ക 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 ജം. അല്ല, അതിലെവിടെ അജ്മൽ അറബി ഏകദേശം ചായ കുടിക്കുന്നവരാണ്. ചായ വേണടാ. ചായ ഞങ്ങള് കോഫി കുറച്ച് മുന്നേ കുടിച്ചിരുന്നു. കട്ടൻ തരത്തല്ല. കട്ടനോ ഇവിടെ വേണോ? ആ കിട്ടി 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 കിട്ടി. യെസ് ഉണ്ടോ? ദൈവം മുട്ടാനാകുമ്പോ പറയട്ടെ. ഞാൻ അങ്ങനെ സൂം ചെയ്തിട്ട് ഓ തീർന്നിട്ടില്ലേ? ആ ഓക്കെ ഓക്കെ. നമ്മളേ ആ ഫ്ലെക്സിന്റെ കാര്യം എന്താ പറയുക, അവള് കാണാണ്ട് ഉള്ളിൽ കൊണ്ടുപോകുള്ള പരിപാടിയിലാണ്. പക്ഷെ അത് അവളവിടെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കണൊക്കെ ഉണ്ട്. എന്താവും എന്നാവും അറിയില്ല. നമ്മളിപ്പോൾ ഫ്ലെക്സ് എടുക്കാൻ വേണ്ടി വന്നാണ്. ഫ്ലെക്സും നമ്മളെ പെർഫ്യൂം ഉണ്ട് ഇതിൽ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളെ ഫ്ലെക്സ് അകത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അവളവിടെ കാണാത്ത രീതിയിൽ എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടാണ് ഇത് ഇങ്ങോട്ട് എത്തിച്ചത്. എടാ എന്താക്കണമെന്നറിയോ ഫാദിയ? പതുക്കെ 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 പറയും. അതായത് അമ്മി ഇവിടെ പിടിക്കേണ്ടി ചെയ്തിട്ടാ ഫാദി. എന്നിട്ട് ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ നിർത്തട്ടോ. നിർത്തിയാൽ ഇവിടെ കൊള്ളത് ഒതുങ്ങോ? നമുക്ക് അല്ലാതെ എനിക്കൊരു പണി എങ്ങനെ നിർത്തണ്ട, നമുക്ക് മടക്കിയിട്ട് വെച്ചാൽ മതി അല്ലേ? അതോ പെട്ടെന്ന് നിർത്താം. നിക്ക് ഞാൻ പറഞ്ഞതാ. ഒന്നും വേണ്ട, ഇതാ ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ ഇത് തല തിരിച്ച് മടക്കരുതിട്ടാ ഫാത്തിമ, ഇങ്ങനെ കരുതിട്ടാ നിർത്തുമ്പോ. അപ്പോൾ മറക്കരുത്. ഇതാ ഈ പൊടിയുള്ള ഭാഗം ഇല്ലേ, അത് തുറക്കണ്ട. ഈ പൊടിയുള്ള ഭാഗം ഇഞ്ചി പിടിക്കണം. ആ പൊടിയുള്ള ഭാഗം നോക്കിയിട്ട് അവിടെ പിടിക്കണം. അവിടെ എന്നിട്ട് അവിടെ നിൽക്കണം കേട്ടാ. കീറിട്ട് പൊട്ടന്മാരെ ഇവിടെ നിട്ടാളെ ഞാൻ പിടിച്ചാൽ മതി. ഞാൻ എങ്ങനെ ഇരിക്കുന്ന ഞാൻ എന്താ ചെയ്യാൻ പോണത്? ഓളെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ ബ്ലോഗിൽ എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി പറയും. അപ്പൊ ഗ്യാപ്പിൽ ബാക്കിൽ നിങ്ങൾ പോയി സാധനം എടുക്കണം. സാധനം ഞാൻ അവിടെ സെറ്റ് ചെയ്ത് തരണ്ടേ എങ്ങനെയെങ്കിലും. ഓക്കെ ആ കൊളാക്കരുതിട്ടാ. കരിനാക്ക് വളക്കല്ല പായ. എന്നിട്ട് ഈ പൊടിയുള്ള ഭാഗം അമ്മയെ നോക്കണം കേട്ടോ. ഞാൻ ഈ ഭാഗം മേലക്കാക്കിട്ട് വെക്കണത്. ഈ ഭാഗം അമ്മി നോക്കിയാൽ മതി. എന്നിട്ട് ഇവിടെ പിടിച്ചിട്ട് തുറക്കുക. ഫാദി ഈ ഭാഗം പിടിക്കുക. എന്നിട്ടാണ്ട് വിട്ടോ. ഇത് ഇങ്ങനെ വിട്ടാൽ തന്നെ അത് നീരും. ഇവിടെ രണ്ടാളും പിടിച്ചിട്ട് ഇങ്ങനെ വിടുക, നിർത്തുക. അത് ഓള് കാണൂല. ഓക്കെ ഇതാ നോക്ക് അമ്മിയ, ഈ ഭാഗട്ടെ, ഈ വരള്ള ഭാഗം. എന്താ ഈ ഭാഗം ഞാൻ മേലക്കാക്കിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി വേറെ പണിയുള്ളതെന്ന് വെച്ചാല് ഗൈസ് ഇതാണ് നമ്മളെ പെർഫ്യൂമിൻ്റെ ബോക്സ്. അത് ഓള് ഓപ്പൺ ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് പീസ് കാണിച്ചു തരാം. ഓക്കെ, അതിൻ്റെ മുന്നേ ഇതിമ്പോൾ കുറച്ച് പണിയുണ്ട്. ഇപ്പോൾ ഗൈസ് നമ്മുടെ മണവാട്ടി ഫാത്തിമ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് ഫാത്തിമാനെ കുറേ സമയത്തിൻ്റെ ശേഷം ഇപ്പോഴാണ് കിട്ടുന്നത്. എന്താണെന്ന് വെച്ചാൽ എന്താണ് കല്യാണത്തിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? ഭയങ്കര സ്ട്രെസ്സാണ്, ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. പിന്നെന്താന്ന് വെച്ചാൽ എക്സൈറ്റ്മെന്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എക്സൈറ്റ്മെന്റ്. ഇതേ എന്താ സംഭവം എന്നറിയോ? ഞാൻ എൻ്റെ പെർഫ്യൂമിൻ്റെ ബ്രാൻഡിൻ്റെ കാര്യം പറയുന്നില്ലേ, അത് ഞാൻ ഈ മാസം ലാസ്റ്റ് ലോഞ്ച് ചെയ്യാന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ ഇന്ന് ലോഞ്ച് ചെയ്തിട്ട് നിന്നെ കൊണ്ട് ഉദ്ഘാടനം കേൾപ്പിക്കാന്ന് വിചാരിച്ചു. ഫസ്റ്റ് കസ്റ്റമർ, ഫസ്റ്റ് പീസ് നിനക്ക് തരാൻ പോവാണ്. രാശി ഉണ്ടോ നോക്കണല്ലോ.
ഫസ്റ്റ് പീസ് ഓഫ് ബ്ലെയർ പെർഫ്യൂം ഇനാഗ്രേറ്റിംഗ് ഫാത്തിമ. എല്ലാവരും കൈയടിക്കൂ. ഓപ്പൺ ചെയ്തോളൂ. നല്ലതാണോ? നീ ഓപ്പൺ ചെയ്തിട്ട് സ്മെല് ചെയ്തിട്ട് പറയേ. ഇപ്പൊ തന്നെ ഓപ്പൺ ചെയ്തോ. ഞാൻ ആക്ച്വലി നിന്നോട് പറഞ്ഞായിരുന്നു, ഞാൻ അജുവിനോട് പറഞ്ഞായിരുന്നു. ഹായ്. എന്താ ടെൻഷൻ കൊണ്ടാ ഗൈസ്? ഓഡിയൻസ് ഇതുവരെ ഇത് സാധനം കണ്ടിട്ടില്ല കേട്ടോ. നീ ഇത് ഓപ്പൺ ചെയ്ത് അടിച്ചോ. നിന്റെ മെഹന്തിന്റെ മണല്ലായിരുന്നു? ഓക്കെ, അപ്പോ അത് ബാബാ ഓക്കെ ഓക്കെ. അപ്പോ ബിസിനസ് എങ്ങാനും പൊട്ടട്ടെ അപ്പൊ കാണിച്ചു. പിന്നെ ഇത് അജുവിനുള്ളതാണ് കേട്ടോ. അജുവിന് കൊടുക്കണം. ഇത് ഈ ഫ്രാഗ്രൻസ് അല്ല, ഇത് വേറെ സ്മെൽ. നമ്മൾ ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്ന ഫ്രാഗ്രൻസിന്റെ സംഭവമാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച് ഗൈസ്. എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പതുക്കെ അതിൻ്റെ ഇത് വരുന്നത്. അതങ്ങനെയാണ്. പിന്നെ മെഹന്തിയുടെ സ്മെല്ലും മിക്സ് ആവും. അയ്യോ, ഇത് ഈ സാധനം ഇങ്ങോട്ട് എത്തിക്കാൻ വിട്ടൊരു പാട്. ഈ അവിടെ മുന്നിൽ നിന്ന് കറങ്ങല്ലേ. പിന്നെ ഗൈസ്, ഇതിനോട് നമ്മളെ സഹകരിച്ച ഷിബിമോൾക്കും അക്ഷയ എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ താങ്ക്സ്. ബാക്കി പരിപാടികൾക്ക് നിങ്ങൾ എക്സൈറ്റഡ് ആണോ? ഓക്കെ ഓക്കെ, താങ്ക് യു. ബാക്കി പ്രോഗ്രാംസ് നിങ്ങൾ എക്സൈറ്റഡ് ആണോ? എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എന്തിന്? എനിക്ക് ഇപ്പൊ അത് കേട്ടിട്ട് ഞാൻ കുറച്ചു നേരം മുന്നേ ഇതിന് വലിയ ടെൻഷനില്ല. അതോടെ അയ്യോ, പോയെടുത്തോ. ഓക്കെ ഓക്കെ, ബൈ, താങ്ക് യു. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ സംഭവങ്ങളൊക്കെ സെറ്റായി. നമ്മൾ പെർഫ്യൂം ലോഞ്ചായി, മാഷാ അല്ലാ. അപ്പോൾ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് നമ്പർ. ആ നമ്പറിൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം. നമ്മളെ പെർഫ്യൂമിൻ്റെ ഫ്രാഗ്രൻസ് ഒരു സ്വീറ്റ് സ്മെല്ലാണ്, ഒരു വാനില ടൈപ്പ് ഓഫ് സ്മെല്ലാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും എന്തായാലും. എൻ്റെ ഉമ്മാക്കൊക്കെ ഭയങ്കര ഈ പെർഫ്യൂമിൻ്റെ സ്മെല്ല് കുത്തുന്ന ഭയങ്കര ഇഷ്യൂ ഉണ്ട്. എല്ലാ പെർഫ്യൂമൊന്നും അങ്ങനെ പറ്റൂല. അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മാക്കും താത്താരോടൊക്കെ അഭിപ്രായം ചോദിച്ചിട്ടാണ് ഈ ഫ്രാഗ്രൻസ് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ സ്മെല്ല് തലേ കുത്തുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. മൈൽഡ് സ്മെല്ലാണ്. നമ്മുടെ പെർഫ്യൂമിൻ്റെ പ്രൈസ് വരുന്നത് 499 ആണ് 50 ml. 8 hours പ്ലസ് ലാസ്റ്റിംഗ് ഉണ്ടാവും സാധനം. ഓക്കെ, 8 hours എന്തായാലും കിട്ടും. ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്ന 4 പേർക്ക് നമ്മൾ 2500 ലക്കി ഡ്രോ ത്രൂ ടോട്ടൽ 10,000 rupees 4 പേർക്ക് കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട്. ജൂൺ 1 നമ്മളിത് അതിൻ്റെ വിന്നറിനെ അനൗൺസ് ചെയ്യാം. നമ്മൾ ഇൻസ്റ്റാഗ്രാം ലൈവ് ത്രൂവും അതുപോലെ യൂട്യൂബും ലൈവ് ത്രൂ നമ്മൾ സെലക്ട് ചെയ്യും, വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഓർഡർ പ്ലേസ് ചെയ്യുക. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോൾ നാളെ അടുത്ത വ്ളോഗായിട്ട് വരും ഇൻഷാ അല്ലാ. അപ്പോൾ ഓക്കെ, ബൈ.